നമ്മള് ഇന്ന് ജോർജ് കോശി പാസ്റ്ററുടെ ഒരു വെളിപ്പാട്. പാസ്റ്റർ ജോർജ് കോശി നിങ്ങൾക്ക് പിന്നെ മിക്കവർക്കും നല്ല പരിചയമുള്ള, കാരണം നമ്മുടെ പോസ്റ്റുകളിൽ സ്ഥിരമായിട്ട് കമന്റ് എഴുതുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട പാസ്റ്ററാണ്. ചില ആളുകൾക്ക് പരിചയം കാണില്ല. വളരെ മാന്യമായി സംവാദങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ പോസ്റ്റുകളിലും അതുപോലെ എൻ്റെ വീഡിയോയിലൊക്കെ സ്ഥിരമായ ഒരു സാന്നിധ്യമാണ്. കമന്റുകളൊക്കെ ആരോഗ്യകരമായിട്ടൊക്കെ എഴുതുന്ന ആളാണ്. തികഞ്ഞ പെന്തക്കോസ്റ്റൽ വിശ്വാസിയാണ് പാസ്റ്റർ ജോർജ് കോശി. അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു വെളിപ്പാട്, അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ വെളിപ്പാട്. അതുകൊണ്ട് ആദ്യം പാസ്റ്റർ ജോർജ് കോശിയെ പറ്റി പറഞ്ഞത്. നിങ്ങൾക്ക് ജോർജ് കോശിയെ പരിചയമില്ലാത്തവർക്ക് ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണിക്കാം. അതായത് നിങ്ങൾ പരമാവധി ആളുകൾ ഫ്രണ്ടൊക്കെ ആക്കിക്കോ, നല്ലൊരു മനുഷ്യനാണ്. ഇതാ നോക്കുക, ഇതാണ് പാസ്റ്റർ ജോർജ് കോശി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഞാൻ കാണിക്കുന്നത്. അതിന്റെ കൊച്ചുമക്കളൊക്കെയാണെന്ന് തോന്നിയിരിക്കുന്നത്. ഇതാണ്, കണ്ടോ? മോഹൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഐശ്വര്യമുള്ള പാസ്റ്റർ. അദ്ദേഹത്തിന്റെ ലൈവ് വീഡിയോസ് ഒക്കെ ലഭ്യമാണ്. അദ്ദേഹം നേരത്തെ ഇങ്ങനെ സംവാദങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കലുമായിട്ട് ഒരിക്കലും ഒരു സംവാദത്തിന് പങ്കെടുത്ത് വളരെയധികം സെബാസ്റ്റ്യൻ പുന്നക്കൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചൊക്കെ വിടുകയൊക്കെ ചെയ്തു. ഇദ്ദേഹം വളരെ സൗമ്യനായ മാന്യനായ ഒരു വ്യക്തിയാണ് ജോർജ് കോശി. ഞാനിപ്പോ ഹലോ റോയ് ഉമ്മൻ കോശി, മുതല കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണോ? ഷിജു തോമസ്, ബിജു കെ ബി, അനിത എബ്രഹാം, സുരേഷ് കണ്ണേക്കാടൻ, പാസ്റ്റർ എസ് എൻ കുരുള, ജോസ് വർഗീസ്, അലക്സ് ആന്റണി, ദിലീപ് കുര്യൻ, റജി പി കുരുള, ജിജി എബ്രഹാം, ഡേവിഡ് കെ, ജെയ്മോൻ, മേക്കാട്ട് ദാനിയേൽ. അപ്പം ഞാന് റോയ്, അവിടെ ആൻഡമാനിൽ എങ്ങാണ്ടൊരു താറാവ് വന്നിട്ടുണ്ട്. താറാവ് എന്റെ പടം എടുക്കാൻ വേണ്ടി പലരും പോകുന്നൊക്കെ പത്രത്തിൽ കണ്ടല്ലോ. റോയ്ക്കൊന്ന് പോകാൻ മതി. അപ്പൊ ഞാൻ ഈ ജോർജ് കോശിക്കുണ്ടായ വെളിപ്പാടിനെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് പോവാം. ഇവിടെ നോക്കുക. അപ്പൊ അത് ഇന്നലെ ഇട്ട ഒരു പോസ്റ്റ് എന്നെ ഹഠാത് ആകർഷിച്ചു. ഹഠാത് ആകർഷിച്ച പോസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, ഓക്കെ, ഇതാണ് അദ്ദേഹം ഇട്ട പോസ്റ്റ്. ഇന്നലെ ഇട്ട ഒരു പോസ്റ്റാണ്. അതിലേക്ക് നമ്മൾ പോവാം. ഇതുണ്ടോ? ഇതാണ് ഈ പോസ്റ്റ്. സത്യവിശ്വാസികൾ ആരും എന്നെ പഞ്ഞിക്കിടരുതേ എന്നൊരപേക്ഷയോടെ പഴയ ജീവിതത്തിൽ ആസ്വദിച്ചിരുന്ന ഒരു പാട്ട്, ഇതിന്റെ ലിറിക്സിനും സീനിക് ബ്യൂട്ടിക്കും വേണ്ടി ഇവിടെ ഇരുന്നു. കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അത്ര നല്ല മനോഹരമായൊരു പാട്ടാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. നമുക്ക് ഞാൻ ഇതുണ്ടോ? കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ മനോഹരമായ ഒരു പാട്ടാണ് അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയാണ്, സത്യവിശ്വാസികൾ ആരും എന്നെ പഞ്ഞിക്കിടരുതേ. 2-3 കാര്യങ്ങൾ നിങ്ങൾ. പിന്നെ പഴയ ജീവിതത്തിൽ ഞാൻ ആസ്വദിച്ചിരുന്ന പാട്ട്. ഭയങ്കര 2 തെറ്റിദ്ധാരണകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാവരും കേൾക്കണം. ഈ യാക്കോബായക്കാരും കത്തോലിക്കരും അല്ലെങ്കിൽ മറ്റ് എല്ലാ വിഭാഗക്കാരും കേൾക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇടയിലുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ്. വളരെ മനോഹരമായ ഒരു പാട്ട്. ആ പാട്ട് ഈ ജോർജ് കോശി
പഴയ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തിന് ഒരു പുതിയ ജീവിതം ലഭിച്ചു, ക്രിസ്തുവിലുള്ള ജീവിതം. അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. അതേ ഒരു കൾട്ടിൽ പെട്ടു, മെയിൻ സ്ട്രീം ലൈഫുമായിട്ട് സ്വയം എന്ത് ചെയ്തു, ഡിറ്റാച്ച് ചെയ്തു. മനുഷ്യ ജീവിതത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു, വേർപെടുത്തി ഇരുണ്ട ചെറുതുരുത്തുകളിലേക്ക്, സ്വാർത്ഥതയുടെയും തെറ്റിദ്ധാരണകളുടെയും ചെറുതുരുത്തുകളെ സൃഷ്ടിക്കുകയാണ് മനുഷ്യൻ മതഭ്രാന്ത് കയറിയിട്ട്. അപ്പൊ അവിടെ സംഗീതത്തിന് വിലക്കുകളുണ്ട്. താലിബാന്റെ ഭരണത്തിൽ സംഗീതമില്ല, സംഗീതത്തിന് വിലക്കാണ്. മ്യൂസിഷ്യൻസിനെയൊക്കെ അവർ കൊന്നുകളയും, കീബോർഡ് വായിക്കുന്നവരുടെയൊക്കെ വിരലെല്ലാം ഇങ്ങനെ വെട്ടിക്കളയും. സംഗീതത്തിന് വിലക്കുള്ള പഴയ മോഹൻലാൽ ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്ന സിനിമയിലുണ്ടല്ലോ, ഇവിടെ സംഗീതം അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലേ. ഇത് ഭ്രാന്തന്മാരാണ്, മതഭ്രാന്തന്മാർ. അപ്പൊ സംഗീതത്തിന് വിലക്കുകളാണ്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതുന്ന ലേഖനത്തിൽ ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട്. 1 തിമോത്തി 4-ാം അധ്യായമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ വാക്യമാണ്: എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. എന്താണ് അവർ ചെയ്യുന്നതെന്ന് അറിയാമോ? അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി, ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി, സ്പീക്കിംഗ് ലൈസ് ഇൻ ഹിപ്പോക്രസി, having their conscience scared with a hot iron. നല്ല തേപ്പൂട്ടി പഴിപ്പിച്ച് ഇങ്ങനെ സ്വന്തം മനസാക്ഷി കേട്ട് തേക്കുക. ഞാൻ പറയുന്നല്ല, പൗലോസ്ലീഹയുടെ ഭാഷയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അടുത്തത്, വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യും. വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം. അപ്പൊ ഇതാണ് ഭാവി കാലത്ത് സംഭവിക്കും. പൗലോസ്ലീഹ മുൻകൂട്ടി. ഇപ്പൊ ഈ ജോർജ് ഘോഷിയുടെ ആ ഡൈലമ നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ടെംപ്റ്റേഷൻ ഉണ്ട് ഈ പാട്ടുകൾ കേൾക്കണോ, പക്ഷെ അദ്ദേഹം സത്യസന്ധനാണ്. ഹാറ്റ്സ് ഓഫ്. ജോർജ് ഘോഷി ധൈര്യത്തോടെ ഒരു സിനിമാ പാട്ട് തൻ്റെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തു. നിങ്ങളെ സംബന്ധിച്ച് അതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം. ഹിപ്പോക്രസി അവസാനിപ്പിക്കണം. ഈ പെന്തക്കോസ്തുകാരെല്ലാം സിനിമ കാണാറുണ്ട്, സിനിമാ പാട്ട് കേൾക്കാറുണ്ട്, സ്വകാര്യമായിട്ടാണ്, ഒളിച്ചിരുന്നാണ്. അത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ടോക്സിൻസ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യും. കാരണം സമ്മർദ്ദം, മനസ്സിലായില്ലേ? അതായത് നമ്മളൊരു സിനിമ കാണുന്നുണ്ട്, സിനിമ കണ്ടു എന്ന് പറയണം. ഇപ്പൊ ഇന്നലെ ഞാൻ കുറുപ്പ് സിനിമ കാണാനിരുന്നു, തീർന്നു കഴിഞ്ഞ് ഇറങ്ങി ഉറങ്ങിപ്പോയി. ആദ്യത്തെ 5 മിനിറ്റ് കാണാൻ പറ്റും. ആദ്യത്തെ 5 മിനിറ്റ് ഇവരെന്തോ പട്ടാളത്തിലൊക്കെ അല്ല എയർഫോഴ്സിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതൊക്കെ കേട്ട് ഞാൻ ഉറങ്ങിപ്പോയി. കാണാമെന്ന് ഓർത്ത് വെച്ചതാ, 5 മിനിറ്റ് കാണാൻ പറ്റും. ഇനി വേറൊരു ദിവസം അത് വെച്ച് നോക്കണം എന്നാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ സിനിമ കാണുന്നുണ്ട്, സിനിമ കാണുന്നു, എന്താണ് കുഴപ്പം? നമ്മുടെ ഇവിടെ ഈ നാട്ടിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അത് ആ കഥ എഴുതി. അപ്പൊ സിനിമ കാണാൻ പാടില്ലെങ്കിൽ ബൈബിൾ വായിക്കാനും പാടില്ല. കാരണം ബൈബിളിലുള്ളത്തോളം വൃത്തികേട് സിനിമയ്ക്കകത്തില്ല. സിനിമയ്ക്കകത്ത് ഉള്ള എന്താ വൃത്തികേടെന്ന് നിങ്ങൾ, ഞാൻ കാര്യമൊക്കെ ബൈബിളിലുണ്ട്, അതിനേക്കാൾ കൂടിയ കാര്യങ്ങൾ. സിനിമ കാണാൻ പാടില്ല, ചുമ്മാ അപ്രഖ്യാപിത വിലക്കാണ്. എന്നിട്ട് ഇത് ചുമന്നുകൊണ്ട് നടക്കാം. എന്നിട്ട് ഈ സിനിമ കാണുന്നവർക്കുണ്ടാകുന്ന ടെൻഷൻ ഇരട്ടിച്ച നരകയോഗ്യരാക്കാം. സിനിമ കണ്ടവർ കർത്തൃമേശ എടുക്കാൻ പാടില്ല, ടെൻഷൻ കൂടുക. സിനിമ കാണുന്നവർ കർത്തൃമേശ എടുക്കരുത് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെന്തോ ചെയ്യുന്നത്? അപ്പൊ ഇവർ സിനിമ കണ്ടില്ല എന്ന് നുണ പറയും.
അപ്പൊ ഇത്തരത്തിലുള്ള സമ്മർദ്ദമാണ്. സിനിമാ പാട്ട് കേൾക്കത്തില്ല, സിനിമാ പാട്ട് പാടത്തില്ല, പാടാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള വിശുദ്ധ ജീവിതത്തിന്റെ ഇത് പെന്തക്കോസ്തിൽ മാത്രമല്ല കേട്ടോ, ഈ കരിസ്മാറ്റിക്കിലും വരുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു പോസ്റ്റ് കാണിക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് നോക്കുക, ഈ പോസ്റ്റ് നോക്കി. ജീസസ് ഈസ് കമ്മിങ് സൂൺ, IPC ബദേൽ പ്രയർ സെന്റർ എരമല്ലൂർ. വിശ്വാസികളുടെ ശ്രദ്ധയ്ക്ക്. ആഭരണധാരികൾ, കള്ളം പറയുന്നവർ, സിനിമയും സീരിയലും കാണുന്നവർ, ചീത്ത വിളിക്കുന്നവർ, കുടുംബ പ്രാർത്ഥനയും രഹസ്യ പ്രാർത്ഥനയും ഇല്ലാത്തവർ, പാസ്റ്ററുടെ അനുവാദമില്ലാതെ സഭായോഗം മുടക്കുന്നവർ, ഈ വക വിശ്വാസികൾ കർത്തൃമേശ എടുക്കരുത്. സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ബിജു ജോസ്. ഇത്തരത്തിലുള്ള ഫത്വകളാണ് ഈ പെന്തക്കോസ്തിലുള്ളത്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യാണ്? ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവും മോഷ്ടിച്ചു കുടിക്കുന്ന വെള്ളം മധുരതരവുമാകുന്നു എന്ന് പറഞ്ഞില്ല. ഇവരെ സംബന്ധിച്ചത് ഭയങ്കര പ്രശ്നമാണ്. ഹിപ്പോക്രസി, ആത്മവഞ്ചന. പെന്തക്കോസ്ത് വിശ്വാസികൾ കടുത്ത ആത്മവഞ്ചനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് ഭയങ്കര പ്രശ്നമാണ് കൊടുക്കുന്നത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. മനസ്സിലായോ? സ്വാതന്ത്ര്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഇത്. നിങ്ങളൊരു സിനിമ കാണുന്നുണ്ട്, സിനിമ കണ്ടു എന്ന് പറയാം. അപ്പൊ ഞാനിവിടെ ബോധപൂർവ്വം ഇരുന്നിട്ടാണ് ഈ ലൈവില് ഈ സിനിമ, എനിക്ക് ഉദാഹരണം പറഞ്ഞ വേറെ ഉദാഹരണം ഉണ്ടല്ലോ, ഞാൻ സിനിമയിൽ നിന്ന് ഒരു ഉദാഹരണം പറയാമെങ്കിൽ അത് തന്നെ പറയും. കാരണം എന്താണെന്നറിയോ? എന്റെ ശ്രോതാക്കള്, എന്റെ കേൾവിക്കാര് ഫ്രീ ആവാനാണ്, സ്വതന്ത്രരാവുക, അടിമത്തത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിയുക. ഈ കപടന്മാർ, പെന്തക്കോസ്തുകാർ ആദ്യം മുതൽ കപടന്മാരാണ്. ഇവർ സിനിമയ്ക്കെതിരെ പ്രസംഗിച്ചിട്ട്, സിനിമ കാണരുതെന്ന് പറഞ്ഞിട്ട് ആദ്യം മുതൽ സിനിമാ പാട്ടിന്റെ ട്യൂണിലാണല്ലോ ലവന്മാരുടെ പാട്ട് മുഴുവൻ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയെന്നാ പറയുന്നത് സിനിമാ പാട്ടിൽ ട്യൂണ്. മുട്ടൻ നുണ പറയുന്ന ഒരു മുട്ടൻ ഗീവറീച്ചനുണ്ട്. മുട്ടൻ ഗീവറീച്ചൻ പുള്ളി ഒരാളുടെ പാട്ട് മോട്ടിച്ചു. അത് ഈ നമ്മുടെ കുന്നംകുളത്ത് ഉള്ള ഒരു ഉപദേശി, ആ ഉപദേശി എഴുതിയൊരു പാട്ടാണ്. പുള്ളി പറയാണ്, ഞാൻ ഒരു സിനിമാ തിയേറ്ററിന്റെ വാദത്ത് നിന്നപ്പം ഒരു ഹിന്ദി സിനിമ അകത്ത് കളിക്കുകയായിരുന്നു. അപ്പൊ ആ ഹിന്ദി സിനിമയ്ക്കകത്തൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടിന് ട്യൂണി ഞാനൊരു പാട്ട് എഴുതി. അതാണ് അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ. അത് ഹിന്ദി പാട്ടിന് ട്യൂണി ഞാൻ എഴുതിയാണ്. അദ്ദേഹം സത്യസന്ധമായിട്ട് പറയുകയാണ്. ഈ പുള്ളി അത് മോട്ടിച്ചെടുത്തിട്ട് പറയണം, പരിശുദ്ധാത്മാവ് തന്നിട്ടുള്ളൂ, സ്വോത്ര ദൈവത്തിന്. ഇത് പെന്തക്കോസ്തുകാർ പൊട്ടന്മാരെല്ലാം വിശ്വസിച്ച് അവരുടെ ഇത് പാടിക്കൊണ്ടിരിക്കുക. ഇപ്പം നമുക്കത് ഹിന്ദി സിനിമാ പാട്ടിന് ട്യൂണാന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പൊ ഈ യൂട്യൂബും ഒക്കെ വന്നുകൊണ്ട് എല്ലാ പാട്ടും ലഭ്യമാണ്. അപ്പൊ ആദ്യകാലം മുതൽ ഇവർ ഇത്തരത്തിലുള്ള നുഖങ്ങൾ വിശ്വാസികളുടെ മേൽ വെച്ച് കെട്ടുകയാണ്. തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്, ഇങ്ങനെയുള്ള കുറെ അരുതുകളാണ്. ഒരു ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺട്സ്. ഇത് ആളുകളെ സമ്മർദ്ദത്തിലാഴ്ത്തി. സിനിമ കാണാതിരിക്കാൻ പറ്റുമോ? സിനിമ കാണുകയും ചെയ്യും. കണ്ടിട്ട് പിന്നെ എന്ത് ചെയ്യാം? കണ്ടെന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രഷറാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ പെന്തക്കോസ്തുകാരുടെ പാട്ട് പാടരുത്. കാരണം അതുപോലെ ഹെററ്റിക് സോങ്സ് ആണ്. നിങ്ങളെ വെച്ചിട്ട് ഇത് പാടുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നൊക്കെ ഓർത്ത. കാറിലൊക്കെ പോകുമ്പോഴേക്കും സുറിയാനി ക്രിസ്ത്യാനികളുടെ കാറ് കുറെ CD ഉണ്ട്. നിങ്ങളുടെ ആ കാറിൽ ഇരിക്കുന്ന മുഴുവൻ CD ഇന്ന് കത്തിച്ചു കളയണം. നിങ്ങൾ ഈ ലൈവ് കഴിയുമ്പം നാളെ രാവിലെ കത്തിക്കാമെന്ന് വിചാരിക്കരുത്. രാത്രി കത്തിച്ചിട്ടേ കിടക്കാവുള്ളൂ. ഈ പെന്തക്കോസ്തുകാരുടെ പാട്ടുകൾ അതെല്ലാം ഹെററ്റിക് സോങ്സ് ആണ്. നിങ്ങളൊന്നീ സുറിയാനി സഭയുടെ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ സിനിമാ പാട്ട് കേൾക്കുക. ഒന്നുമല്ല, ഒറിജിനൽ സൗണ്ട് ട്രാക്ക് കേൾക്കാമല്ലോ. കാർ സീരിയലൊക്കെ വെച്ചാൽ കേൾക്കാൻ സുഖമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നല്ല പാട്ട് കേൾക്കുക, നല്ലത് കേൾക്കുക. അല്ല ഈ ഇവന്മാരുടെ ചവറ് കേൾക്കാൻ നിൽക്കരുത്, കോപ്പി അടിച്ചതും മോട്ടിച്ചതും. അപ്പൊ ഇതുകൊണ്ട് ജോർജ് കോഷി എന്ന ഈ മനുഷ്യ സ്നേഹി, ഇദ്ദേഹം കലയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന, സൗന്ദര്യത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ശുദ്ധ ഹൃദയനാണ്. കാരണം അദ്ദേഹത്തിന്റെ ലൈവ് വീഡിയോ ഒക്കെ കാണുമ്പോൾ പറയുന്നത് ഒരു ശുദ്ധനാണ്. എങ്ങനെയോ ഈ കുഴിയിൽ പെട്ടുപോയത്. മുൻ ഓർത്തഡോക്സുകാരനാണ്. അപ്പൊ ആ പാവപ്പെട്ട ആ ജോർജ് കോഷി അച്ചായൻ നോക്ക്, അച്ചായൻ എഴുതിയിരിക്കുകയാണ്, സത്യവിശ്വാസികൾ പിണങ്ങരുത്. അപ്പൊ ഈ സത്യവിശ്വാസം എന്ന് പറഞ്ഞ എന്തുകൊണ്ട് തേങ്ങയാന്ന് അച്ചായൻ വിചാരിച്ചത്? ഈ കൾട്ട് ഗ്രൂപ്പാണ് അദ്ദേഹം സത്യവിശ്വാസികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ കൾട്ട് ഗ്രൂപ്പിനെ ഏതാ ഇങ്ങനെ പരസ്യമായിട്ട് സിനിമ കാണരുത്,
പരസ്യമായിട്ട് സിനിമാ പാട്ട് കേൾക്കരുത്, പരസ്യമായിട്ട് ഇതൊന്നും ചെയ്യരുത്, രഹസ്യമായിട്ട് ഇതെല്ലാം ചെയ്തിട്ട് രഹസ്യമായി കൊണ്ടു നടന്നോണം. ഹിപ്പോക്രസി, ആത്മവഞ്ചനയാണ്, ആത്മവഞ്ചന. അപ്പൊ പരസ്യമായിട്ട് ഇതൊന്നും പാടില്ല. അപ്പൊ ഇതുകൊണ്ട് അവസാനം ജോർജ് ജോഷി അച്ചായന് ഒരു, അപ്പൊ നിങ്ങളെല്ലാം ഈ ലൈവ് കഴിയുമ്പോൾ ജോർജ് ജോഷി അച്ചായൻ ഓരോ മെസ്സേജ് അയക്കണം, അച്ചായൻ ഒന്ന് അഭിനന്ദിക്കണം. അച്ചായൻ ധീരമായ നിലപാടല്ലേ എടുത്തിരിക്കുന്നത്. ഞാൻ അച്ചായന്റെ ആ പോസ്റ്റ് ഞാൻ കാണിക്കാം ഒന്നുകൂടെ. നോക്കി, സത്യവിശ്വാസികൾ ആരും എന്നെ പഞ്ഞിക്കിടരുതേ. അച്ചാൻ കുറെ മോഡേണ് കേട്ടോ, പഞ്ഞിക്കിടുക എന്നൊക്കെയുള്ള ന്യൂ ജനറേഷൻ ടേമൊക്കെ അച്ചാന് കിട്ടിയിട്ടുണ്ട്. സത്യവിശ്വാസികൾ ആരും എന്നെ പഞ്ഞിക്കിടരുതേ എന്ന ഒരപേക്ഷയോടെ പഴയ ജീവിതത്തിൽ ആസ്വദിച്ചിരുന്ന ഒരു പാട്ട്. പഴയ ജീവിതമൊന്നും ഇല്ല അച്ചായ, പഴയ ജീവിതം പുതിയ ജീവിതമൊന്നും ഇല്ല, അച്ചാൻ ഒരു ജീവിതവും. ഞാൻ അതിന്റെ കീഴെ കൊണ്ടൊരു കമന്റ് എഴുതി, വേർപാട് ജീവിതം മൂഞ്ചിയ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ അച്ചായൻ അഭിവാദ്യങ്ങൾ. അപ്പൊ അച്ചായൻ ചോദിച്ചു, ചൂപിടിയൊക്കെ പാസ്റ്റർ അത്രയും കടുപ്പിക്കണമായിരുന്നോ? എന്റെ ചെറുപ്പത്തിൽ എന്നെ അറിയാമായിരുന്നൊരു ദേഹം ഇട്ട വീഡിയോ ആണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഏറ്റവും വലിയൊരു വഞ്ചനയാണ്, ഹിപ്പോക്രസി. ഇത് അവസാനിക്കട്ടെ. ഇത് തത്വത്തിൽ അവസാനിച്ചു കഴിഞ്ഞു. കാരണം പെന്തക്കോസ്തുകാരുടെ വേർപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുത്ത ഓതളങ്ങയാണ്. പെന്തക്കോസ്തുകാരുടെ വേർപാട് അത് ഇനിയുള്ള കാലം നടപ്പിലാവത്തില്ല. അതൊരു വമ്പൻ പരാജയമായിരുന്നു തിരിച്ചറിഞ്ഞു. എന്നാൽ പിന്നെ പിരിച്ചു വിട്ടൂടെ? നിങ്ങൾ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി 8 നില പൊട്ടി. 8 നില പൊട്ടി. കാരണം ഞങ്ങൾ സിനിമ കാണില്ല എന്നുള്ള ആ ഒരു സ്റ്റാൻഡേ പൊളിഞ്ഞു. എല്ലാവരും ഇപ്പൊ ഫുൾ ടൈം സിനിമ കണ്ടുകൊണ്ടിരിക്കും. എന്നാ പിന്നെ ഇത് പിരിച്ചുവിടാമല്ലേ? നിങ്ങൾ സമൂഹത്തിൽ നിന്ന് ആളുകളെ ഒറ്റപ്പെടുത്തി ചെറുതുരുത്തുകളെ സൃഷ്ടിച്ചിട്ട് അതിന് വേർപാടെന്ന് പേരിട്ട് മനുഷ്യർ ജീവിതത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആളുകളെ ഒറ്റപ്പെടുത്തി വേർപെടുത്തി നിർത്തി, ചിന്താവികാസം ഉണ്ടാക്കാത്ത വിധത്തിൽ അവർ പുറം ലോകത്തേക്കുള്ള ജനാലകളെ കൊട്ടിയടച്ചു. മനുഷ്യരുടെ മനസ്സിൽ ഇരുട്ട് കുത്തി നിറച്ചു, ഭയം കുത്തി നിറച്ചു. എത്ര ആളുകൾ അങ്ങനെ ഭയപ്പെട്ടും പേടിച്ചും ഈ ലോകത്ത് നിന്ന് കടന്നുപോയി. നിങ്ങൾ ഇപ്പോൾ സമ്മതിക്കണം. ഇപ്പൊ ജോർജ് ജോഷി അച്ചാന്റെ ഈ പോസ്റ്റിൽ ഞാൻ പറഞ്ഞ അച്ചാനോട് നമുക്ക് ഭയങ്കര സന്തോഷമായി തോന്നി. എല്ലാവരും ഇടട്ടെ, നിങ്ങളത് അവസാനിപ്പിക്കൂ ഈ വഞ്ചന. ഇനി എന്താ നിങ്ങൾക്ക് വിശേഷത? നിങ്ങൾ എന്താ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്? പെന്തക്കോസ് എന്തോ ഒരു സാധനമാണെന്നും വിശുദ്ധന്മാർ അവിടെ ഇങ്ങനെ കൂട്ടം കൂടി ഇരിപ്പുണ്ടെന്നും വിശുദ്ധ ജീവിതം വേർപാട് ഞങ്ങൾക്കുണ്ടെന്നും ഇല്ലെന്ന് മനസ്സിലായല്ലോ. പഴയ ജീവിതത്തിൽ ഞാൻ ആസ്വദിച്ചിരുന്ന ഒരു പാട്ട് എത്ര വേദനാജനകമാണ്. ആ നൊസ്റ്റാൾജിയ നിങ്ങൾ ഓർത്തോ അല്ലെ? പഴയ ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ടായിരുന്നു. ആ നന്മകളെല്ലാം വിട്ടിട്ടാണ് ഈ പുതിയൊരു തട്ടേ കയറി നിന്നത്. ആ പുതിയ തട്ടേ കയറി നിന്നിട്ട് ആ പറഞ്ഞ പ്രയോജനമൊന്നും കിട്ടിയില്ല, ഈ പറഞ്ഞ അനുഭൂതികളൊന്നും കിട്ടിയില്ല, ഇതൊന്നും നടന്നില്ല എന്ന് മനസ്സിലായി വേർപാട് ജീവിതക്കാർക്ക്. പെന്തക്കോസ്തിലെ യുവജനങ്ങളെല്ലാം അത് മനസ്സിലാക്കി. എന്നിട്ട് ഇപ്പൊ അവരൊക്കെ എന്ത് ചെയ്യാ? നിഷേധികളായിട്ടും തെമ്മാടികളായിട്ടും നിരീശ്വരരായിട്ടും ഒക്കെ ഈ ക്ലബ് ഹൗസിലൂടെ ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ മുനിസിപ്പാലിറ്റി വക പൗണ്ടിൽ പിടിച്ചു കെട്ടാനാണ് നമ്മൾ നടക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ, ഊരും പേരും കുടുംബം ഒക്കെ ഉള്ളവരാണെങ്കിൽ ദയവായി തിരിച്ച് മാതൃസഭകളിലേക്ക് പോവുക. അവിടെ നിങ്ങളെ നിയന്ത്രണങ്ങൾ വെക്കുന്നില്ല, നിങ്ങളെ തടയുന്നില്ല. നിങ്ങൾ നോക്ക്, മലയാള സിനിമയെ സംബന്ധിച്ച് നോക്ക്. ഇവിടുത്തെ പരമ്പരാഗത ക്രിസ്തീയ കുടുംബങ്ങളിൽ നിന്നുള്ളവർ മലയാള സിനിമയുടെ ആദ്യകാലം തൊട്ട് ഇല്ലേ? ആദ്യത്തെ സിനിമ വിഗതകുമാരൻ തൊട്ട് നോക്ക്. ക്രിസ്ത്യാനികളുടെ കൈമുദ്രയുണ്ടാവും. സിനിമയ്ക്ക് സമഗ്രമായ സിനിമാ സംഭാവനകൾ നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് നല്ലൊരു പങ്കുണ്ട്. ക്രിസ്ത്യാനികൾ ഒരിക്കലും ഇവിടെ സിനിമയോടോ കലാരൂപങ്ങളോടോ മുഖം തിരിഞ്ഞു നിന്നിട്ടില്ല. അത് ഇവിടുത്തെ കത്തോലിക്ക സഭ ഇത്തരത്തിലുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. ലോകത്ത് തന്നെ നമ്മൾ നോക്കിയാൽ ലോകോത്തര ശില്പങ്ങളും നിർമ്മിതികളും ഒക്കെ കത്തോലിക്ക സഭയുടേതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ കലയ്ക്കും സാഹിത്യത്തിനും ഒരുപാട് പ്രോത്സാഹനവും
പിന്തുണയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് കത്തോലിക്ക സഭ ഇന്നത്തെ വെസ്റ്റേൺ സിവിലൈസേഷൻ രൂപീകരിക്കപ്പെട്ടത് തന്നെ കത്തോലിക്ക സഭയുടെ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ്. അങ്ങനെയാണ് നിഷ്പക്ഷമായ ചരിത്ര പഠനം നമ്മളെ ആ ഒരു നിഗമനത്തിലാണ് എത്തിക്കുന്നത്. അപ്പൊ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്ന് നമുക്കൊരു വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാന്നുള്ള ഒരു മൂഢചിന്താഗതി പഴയ കാലം തൊട്ട്, യേശുക്രിസ്തുവിന്റെ കാലം തൊട്ടുണ്ട്. എസീനുകൾ എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. മരുഭൂമിയിലെ ഒരു പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ എപ്പോഴും തിരുവെഴുത്ത് പകർത്തി എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. രാവിലെ തൊട്ട് ഇങ്ങനെ തിരുവെഴുത്തിന്റെ കോപ്പി എഴുതുക. അതാണ് പിന്നീട് 1947 കുമ്രാൻ സ്ക്രോൾസ് എന്നൊക്കെ പറഞ്ഞ് ഒരു ആട്ടണിയന് കിട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ എസീനുകൾ അവർ സമൂഹത്തിൽ നിന്ന് പുറത്തു പോവുക, വേർപാട് കൂട്ടുക. നമ്മൾ സമൂഹത്തിൽ നിൽക്കാൻ യേശുക്രിസ്തു പറഞ്ഞ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് അകന്നിട്ട് പിന്നെ എന്താണ് സുവിശേഷം? മോഹൻലാൽ പറയുന്ന പോലെ നിങ്ങളില്ലാതെ പിന്നെ എന്ത് ആഘോഷം നിൽക്കുന്നത്? നിങ്ങളില്ലാതെ പിന്നെ എന്താണ് സുവിശേഷം? ഈ മനുഷ്യരിൽ നിന്ന് അകന്നു പോയിട്ടാണോ സുവിശേഷം? ഈ സിനിമയിലെ പ്രമേയങ്ങളൊക്കെ മനുഷ്യരുടെ ജീവിതത്തിലെ സംഭവങ്ങളാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ പറയുന്നത്. അപ്പൊ ആ സിനിമ തെറ്റാണ്. ഭയങ്കര. ഇപ്പൊ TPM എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, പെന്റക്കോസ്റ്റിലെ തീവ്ര നിലപാടുകൾ വെക്കുന്നു. അവർ മരുന്ന് പോലും കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അവരുടെ നേഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. അവരുടെ ദശാംശം മേടിക്കുന്നതിന് കുഴപ്പമില്ല, മരുന്ന് കഴിക്കലെന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വഞ്ചനയാണ് ഇവർ നടത്തിക്കൊണ്ട്. ഇരട്ടത്താപ്പ്, വഞ്ചന, ഹിപ്പോക്രസി. ഈ ഹിപ്പോക്രാറ്റുകൾ ആത്മവഞ്ചകർ. അപ്പൊ പെന്തക്കോസ്തിലെ ആത്മവഞ്ചനയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ ജോർജ് കോശി അച്ചായന്റെ പോസ്റ്റിൽ കാണുന്നത്. അപ്പൊ പെന്തക്കോസ്തിലെ ആത്മവഞ്ചനയിൽ പെട്ട് പ്രയാസപ്പെടുന്ന അനേകരുണ്ട്. അപ്പൊ അവരുടെ ഒരു ഗൽഗതമാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിലൂടെ കണ്ടത്. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവണം. ഇപ്പൊ നമ്മളിപ്പോ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള, നിങ്ങളുടെ ഉള്ള പെന്തക്കോസ്റ്റൽ സുഹൃത്തുക്കളെ, ബന്ധുക്കള്, അവരൊക്കെ ഓൾറെഡി സിനിമ കാണുന്നുണ്ട്. പക്ഷെ അവരത് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവണം. അവർ പരസ്യമായി തിയേറ്ററിൽ പോയി സിനിമ കാണണം. അപ്പം ഈ സാംസൺ കോട്ടൂർ എന്ന് പറഞ്ഞൊരു പെന്തക്കോസ്ത് പാസ്റ്ററുണ്ട്, സാംസൺ കോട്ടൂർ, പാട്ടുകാരനൊക്കെയാണ്. അപ്പൊ അദ്ദേഹം ഈ കാര്യത്തിൽ, ഞാൻ പെന്തക്കോസ്ത് ആയിരിക്കും തന്നെ, അദ്ദേഹം ഒരു നിലപാടെടുത്തു. അദ്ദേഹം ഭാര്യ മക്കളുമായിട്ട് എറണാകുളത്ത് ഒരു തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഞാൻ ഇന്ന് സിനിമ കാണാൻ തിയേറ്ററിൽ. അദ്ദേഹം പെന്തക്കോസ്തിൽ നിന്ന് ഔട്ടായി. പെന്തക്കോസ്തുകാരെല്ലാം കൂടി അദ്ദേഹത്തെ എന്തിനെ ആക്രമിക്കുന്നു ചോദിച്ചാൽ, ഒരു പെന്തക്കോസ്തുകാരനുണ്ട്, ഈ സ്റ്റീഫൻ ദേവസി, IPC കാരന്, ദേവസി ചാന്റെ മോനെ. അപ്പൊ ഈ സ്റ്റീഫൻ ദേവസി കീബോർഡ് വായിക്കും, വലിയ വിദഗ്ധനാണ്, ലോക റാങ്കിങ്ങിൽ തന്നെ സ്ഥാനമൊക്കെ ഉള്ള ആളാണ്. നിങ്ങൾക്കൊക്കെ പലർക്കും പരിചയമുണ്ട്. ഈ ലൈവ് ടെലിവിഷൻ ഷോയിലൊക്കെ മിക്കവാറും നിങ്ങൾക്ക് കാണാം സ്റ്റീഫൻ ദേവസിയെ. ആള് പെന്തക്കോസ്തുകാരനാണ്. പക്ഷെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പുള്ളി എന്തോ ഒരു കുഷ്ഠരോഗിയെ പോലെയാണ് യുവമാര് കാണുന്നത്, ഈ കപടന്മാര്. അപ്പൊ സ്റ്റീഫൻ ദേവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം ഒതുക്കത്തിൽ സിനിമ കാണുന്നുണ്ട്. സിനിമാ പാട്ടിന് കീബോർഡ് വായിക്കുന്നതാണ് സ്റ്റീഫൻ ദേവസി ചെയ്ത ഏറ്റവും വലിയ പാതകം. അല്ല ഇവന്മാരെ പോലെ 10 കെട്ടിയോ വ്യഭിചരിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആരും തട്ടിച്ചോ ഒന്നും ചെയ്യുന്നില്ല. സ്റ്റീഫൻ ദേവസി മാന്യമായിട്ട് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു, മികച്ച വേതനങ്ങൾ പ്രതിഫലമൊക്കെ വാങ്ങുന്നു, അദ്ദേഹം അവിടെ ജീവിക്കുന്നു. പക്ഷെ അദ്ദേഹത്തെ പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടമില്ല. നിങ്ങൾ പെന്തക്കോസ്തുകാരോട് ചോദിക്കണം, പെന്തക്കോസ്തിനകത്ത് മാർക്ക് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഈ സ്റ്റീഫൻ ദേവസി. ഞാൻ പെന്തക്കോസ്തിലായിരുന്നപ്പോൾ തന്നെ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തിനാണ് ഈ സ്റ്റീഫൻ ദേവസിയും ഈ പറഞ്ഞ ഈ സാംസൺ കോട്ടൂരിനെയൊക്കെ ഇവരെ അകറ്റി നിർത്തി? സിനിമാക്കാരുമായിട്ടുള്ള സഹകരണം. ഇതാണ് പ്രശ്നം. ഞാൻ ഒരിക്കലൊരു കൺവെൻഷൻ പ്രസംഗിക്കുന്ന സമയത്ത് അന്ന് ആ കൺവെൻഷനില് ഈ സ്റ്റീഫൻ ദേവസി ആയിരുന്നു കീബോർഡ് വായിച്ചുകൊണ്ടിരുന്നത്, പാട്ട് പാടുന്നത്. അപ്പൊ അന്ന് ഞാൻ കണ്ടതാണ് ഈ പ്രമുഖ സിനിമാക്കാരുടെ വണ്ടികൾ ഞാൻ പ്രസംഗിക്കുന്ന ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ പുറത്ത് 3 വണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുക. അത് ഈ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ പാട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീഫൻ ദേവസി എന്റെ പ്രസംഗങ്ങൾ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഞാൻ അവിടെ ഇരിപ്പുണ്ട്, അവസാനം കൂടെ ഒരു പാട്ടൊക്കെ വായിച്ചിട്ട്. അപ്പൊ ഈ സിനിമാക്കാർ വെയിറ്റ് ചെയ്യാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി. ഞാൻ കണ്ടതാണ്. പക്ഷെ ഈ പെന്തക്കോസ്തുകാര് അതൊക്കെ വളരെ പൈശാചികമായിട്ടാണ് കാണുന്നത്, ഈവിൾ അസോസിയേഷൻ. അപ്പൊ അത് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴൊക്കെ അദ്ദേഹം വളരെ പെട്ടെന്ന് അവരോട് പോകുന്നതും കണ്ടു.
അവരെന്തോ പാട്ട് വായിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവർ വന്ന് വെയിറ്റ് ചെയ്ത് കിടന്നുകൊണ്ട് കൊണ്ടുപോവുക. അപ്പൊ ഈ സിനിമയ്ക്കൊരു അകത്തൊക്കെ ഒരു വിലയുള്ള ഒരാളാണ് അതാണ്. അപ്പൊ ഈ മണ്ടന്മാരുടെ ഇടയിൽ നിന്ന് എങ്ങനെയോ ഒരു കഴിവുള്ള മനുഷ്യൻ ഉയർന്നു വന്നു. അപ്പൊ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവര് പറയുന്നതാണ് അവനെ ഒഴിവാക്കണം. കാരണം എന്താണെന്നറിയോ? അവൻ നമ്മുടെ ഹിപ്പോക്രസിയെ തകർക്കും. നമ്മുടെ ഹിപ്പോക്രസി എന്നാ? നമുക്ക് സിനിമ കാണാം, സിനിമാ പാട്ട് കേൾക്കാം, ഇതൊക്കെ ആസ്വദിക്കാം, പക്ഷെ വേറെ ആരും അറിയും. പക്ഷെ ഈ സ്റ്റീഫൻ ഡേവിസ് പോയി വായിക്കുന്ന നാട്ടുകാർ അറിയുന്നുണ്ട്. അതായി പ്രശ്നം. ഒതുക്കത്തിൽ ഇത് വായിച്ച് കാശ് മേടിക്കുകയാണെങ്കിൽ സ്വത്രാഴ്ചയും ദശാംശമൊക്കെ ഇവർ കൈപ്പറ്റും. അപ്പൊ ഇവര് അങ്ങനെ ഇവരുടെ ഇടയിൽ നിന്ന് പുറത്താക്കിയ രണ്ടുപേരെ, വേറെ 2-3 പേരുടെ ഉണ്ട്. അപ്പൊ ബാക്കി ഇവരെല്ലാം കൂടെ ഈ ഹിപ്പോക്രസി നടത്തും. ഇത് കേരളീയ പൊതുസമൂഹത്തിന്റെ ഒരു ആവശ്യമാണ്. ഇവരുടെ ഹിപ്പോക്രസിയെ തുറന്നു കാണിക്കുക, ഇതിനെ പരാജയപ്പെടുത്തുക. കാരണം സമൂഹത്തിൽ അപകടകാരികളാണ് ഇങ്ങനെയുള്ളവർ. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചെറുതുരുത്തുകൾ സൃഷ്ടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക. ഇപ്പൊ പെന്തക്കോസ്തിൽ ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് സ്റ്റേറ്റിന്റെ വകയല്ലേ? നമ്മുടെ സൊസൈറ്റിയിലെ ഭാവി പൗരനായിട്ട് വളരേണ്ടതാണ്. അവനെയാണ് എന്ത് ചെയ്യുന്നത്? ആ കുഞ്ഞുങ്ങളെയാണ് ഇവര് ഇങ്ങനെ തടങ്കൽ പാളയങ്ങളിലിട്ട് വളർത്തുന്നത്. ഇത്തരത്തിലുള്ള ഇരുണ്ട ചെറുതുരുത്തുകളെ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കും. ഇന്നിപ്പോ ക്ലബ് ഹൗസിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു ഈ നിരീശ്വരവാദികളുടെ ഒരു ഗ്രൂപ്പില്. അപ്പൊ അതില് ഒരാൾ വന്ന് പറഞ്ഞാണ് ചെറുപ്പത്തില് ബാലരമ വായിച്ചതിന് തല്ലിയിരുന്നു. ബാലരമ വായിച്ചതിന് തല്ലി. ഇപ്പൊ പെന്തക്കോസുകാരൻ എന്ത് ചെയ്താണ്? വീട്ടിൽ കമ്പ്യൂട്ടറും ടിവിയും വെച്ച് ഫുൾ ടൈം സിനിമ കണ്ടോണ്ടിരിക്കും. സിനിമ കാണാത്ത പെന്തക്കോസുകാരന് കൈപൊക്കിക്കേ. കൈ ആരുടെ പൊങ്ങത്തില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിത് പിരിച്ചുവിടും. ഇത് മനുഷ്യത്വ വിരുദ്ധമാണ്, ഇത് യുക്തിരഹിതമാണ്. ഇനി നിങ്ങൾക്ക് ദൈവശാസ്ത്രവും ഇല്ല, തിയോളജി ഇല്ല, ലിറ്റർജി ഇല്ല, ഒന്നുമില്ല. ഒരു ക്രിസ്ത്യൻ ചർച്ചിന് വേണ്ടതൊന്നുമില്ല. ദൈവം ആരാന്ന് പോലും അറിയത്തുമില്ല. പിന്നെ എന്തിനത് വെച്ചോണ്ടിരിക്കുന്നേ? മനുഷ്യരെ സ്വതന്ത്രരാക്കി വിടൂ. ഇത് എന്തിനാണ് ഈ അടിമപ്പാളയം ഇങ്ങനെ വെച്ചിരിക്കുന്നേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം ബോധിപ്പിക്കാനുണ്ട്? നിങ്ങൾ ഇത് നടത്തുന്നതിന്, നിങ്ങൾ ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെ നടത്തി ആളുകളെ വഞ്ചിച്ച് പണം പിരിച്ച് ഇങ്ങനെ നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇതിന് എന്താണ് ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബന്ധം? എന്താണ് യേശു ക്രിസ്തുവുമായിട്ട് ബന്ധം? പാവം ഒരു അച്ചായന്റെ ഗൽഗതം നിങ്ങൾ കണ്ടില്ലേ? ഞാൻ എന്റെ പഴയ ജീവിതത്തിൽ ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്. ഈ സത്യവിശ്വാസികൾ എന്ന് പറയുന്ന ഈ കവടന്മാരെന്നെ പഞ്ഞിക്കിടുവാ, കള്ളന്മാര്, തെമ്മാടികൾ. ഏറ്റവും വലിയ വേർപാടുകാരെന്ന് പറയുന്ന കൂട്ടരാരാന്ന് നിങ്ങൾക്കറിയോ? ബ്രദറൻകാരാണ്. ബ്രദറൻകാര്. ബ്രദറിലെ ഒരു പ്രധാന സുവിശേഷകനാണ് E.S. തോമസ്. ഇപ്പൊ എന്റെ ലൈവ് കാണുന്നവർക്കൊക്കെ മിക്കവാറും പേർക്ക് അറിയാം E.S. തോമസ്. E.S. തോമസ് അതിന്റെ അടി വന്നൊരു കമന്റ് എഴുതിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് കാണേണ്ട കമന്റാ. E.S. തോമസിന്റെ കമന്റിലേക്ക് പോകാം കേട്ടോ. നോക്കൂ, E.S. തോമസ് വന്നു പറയാണ്, E.S. തോമസിന്റെ കമന്റ് എവിടെയാണ്? E.S. തോമസ് അതിന്റെ കീഴാന്ന് ചോദിക്കുക, ഈ പാട്ടിന്റെ മുഴുവൻ ഭാഗവും ഒരു ലിങ്ക് തരാമോ സാർ? ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ട, നീലേ ഗഗൻ കെ തലേ എന്ന് പറഞ്ഞ് ആ ലിങ്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജോർജ് കോശിയാൻ എഴുതിക്കുന്നുണ്ട്, ഐ ഹാവ് നോ ഹാൻഡ് ഇൻ ദിസ് അൺഹോളി ലിങ്ക്. അപ്പൊ ഞാൻ ഇട്ട ലിങ്ക് അൺഹോളി ആയി. ഞാൻ യൂട്യൂബിൽ നിന്ന് ഒറിജിനൽ ലിങ്ക് ഇട്ടു, അത് അൺഹോളി ആയി. കണ്ടോ? എന്താണ് അത് അൺഹോളി ആകുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. ആ നടനും നടിയുള്ള, അപ്പൊ നടനും നടിയും കൂടെ നിൽക്കുന്ന ഭാഗം മാറ്റി വെച്ചാൽ കുറെ മഞ്ഞേട്ട വെച്ചാണ് കോശിച്ചാൻ അത് പോസ്റ്റ് ചെയ്തിരുന്നത്. കാപ്പട്ടി മുഴുവനായിട്ട് പോയിട്ടില്ല, മുഴുവൻ കൊണ്ട് പോട്ടെ, കപടത മുഴുവൻ തെറിക്കട്ടെ. E.S. തോമസിന് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. E.S. തോമസ് ഒക്കെ പുറത്തു വരേണ്ട സമയമായി. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഇനി E.S.നെ കാണുമ്പോൾ E.S. പുറത്തു വരിക എന്ന് കൽപ്പിക്കണം. അപ്പൊ ബ്രദറൻ സഭയുടെ ആ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വരുന്ന ആ കല്ലറക്കകത്ത് നിന്ന് നമുക്ക് ആ കല്ലുരുട്ടി മാറ്റാം. കർത്താവ് കല്ലുരുട്ടി മാറ്റത്തില്ല, നമ്മൾ ഉരുട്ടി മാറ്റണം. നമ്മൾ ഉരുട്ടി മാറ്റി കഴിയുമ്പോൾ നമ്മൾ വിളിക്കണം E.S. പുറത്തു വരിക. അപ്പൊ E.S. എന്ത് ചെയ്യണം? പുറത്ത് മാർത്തോമാ സഭയിലോട്ട് വരട്ടെ. എന്തിനാണ് അതിനകത്ത് നിൽക്കുന്നത്? ഇതൊരു വഞ്ചനയാണെന്നും ഇതൊരു കപടതയാണെന്നും ഇത് പരാജയപ്പെട്ടതാണെന്നും ഇവർ തന്നെ സമ്മതിച്ചു. പെന്തക്കോസ്തുകാരും ബ്രദറുകാരും സമ്മതിച്ചു കഴിഞ്ഞു, നിങ്ങൾ പരാജയമാണ്, തികച്ചും തീർത്തും പരാജയമാണ്.
ആഭരണം ഇപ്പൊ ഇടാൻ തുടങ്ങി. ആഭരണം ഇടരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഇടാൻ തുടങ്ങി. ഇടാത്തൊരാളുണ്ട്, സിനിമ കാണാൻ തുടങ്ങി. ഇതൊരു പരാജയമാണ്. വേർപാട് എന്ന മൂഞ്ചിയ ജീവിതം, വേർപാടെന്ന മൂഞ്ചിയ ജീവിതം. പെന്തക്കോസ്തുകാരെ പറ്റിയും ബ്രദറുകാരെ പറ്റിയും പറഞ്ഞ ഇത്ര പറയാനുള്ളൂ. ഉയർന്ന ചിന്തയും മൂഞ്ചിയ ജീവിതവും, ഇതാണ് അടിക്കുറിപ്പ്. വേറെ പണിയൊന്നുമില്ല. ഇത് പിരിച്ചു വിടണം. കാരണം ഒരുപാട് മനുഷ്യരെ നിങ്ങൾ കുരുക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോഴും സാധാരണ ഒത്തിരി ആളുകൾ ചിന്തിക്കുന്നത് ഇതാണ്ട് വലിയ കൂടിയ സാധനമാണെന്നാണ്. ഇതൊരു കൂടിയ സാധനമല്ല. അപ്പൊ നിങ്ങളുടെ ഈ ഉയർന്ന വിചാരവും നിങ്ങളെപ്പറ്റി തന്നെയുള്ള വിചാരങ്ങളാണ്. നിങ്ങൾ എന്തോ കൂടിയ സാധനം, ദൈവമക്കളാണ്, വിശുദ്ധന്മാരാണ്, എന്തെല്ലാം ബോഷ്കാണ്. നിങ്ങൾക്ക് ഒരു നാണവും ഇല്ലേ? ദൈവമക്കളാണ്, വിശുദ്ധന്മാരാണ്, ഇങ്ങനെയുള്ള ഉയർന്ന ചിന്തകളും മൂഞ്ചിയ ജീവിതമായിട്ട് നടക്കുകയാണ്. ഒതുക്കത്തിരുന്ന് സിനിമ കാണുക, നാണമില്ലേ? ഇതൊക്കെ ഇവിടെ സിനിമയൊക്കെ മനുഷ്യൻ കാണുന്നത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മനുഷ്യർക്ക് പൊതുവായിട്ട് ആസ്വദിക്കാൻ വേണ്ടി, നമ്മുടെ മനോരഞ്ജനത്തിനായിട്ട് ഒക്കെ ഉണ്ടാക്കുന്ന സിനിമ പാട്ടുകൾ, അതൊക്കെ കേൾക്കുക, ആസ്വദിക്കുക. ആരാധനാ ഗീതങ്ങൾ നമുക്ക് പിതാക്കന്മാരായിട്ടുണ്ടല്ലോ. നമുക്ക് 4-ാം നൂറ്റാണ്ടിൽ 5-ാം നൂറ്റാണ്ടിൽ തൊട്ട് വന്നിട്ടുള്ള പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊക്കെ ആരാധനാ ഗീതങ്ങൾ. അതെന്താണ്? അത് വിശുദ്ധ ഗീതങ്ങളാണ്. അൺഹോളി എന്താന്ന് ഞാൻ ജോർജ് കോഷിയോട് പറയാൻ പോവാണ്. പരിശുദ്ധ സുറിയാനി സഭയുടെ പാട്ടുകൾ അത് ഹോളിയാണ്. കാരണം എന്താ പറയുക, അത് ലോകത്ത് സിനിമാ പാട്ടിന്റെയോ നാടക പാട്ടിന്റെയോ കവാലി സംഗീതത്തിന്റെയോ നാടൻ പാട്ടുകളുടെയോ ഒന്നും ഈണമോ രാഗമോ താളമോ ഒന്നും മോട്ടിച്ചാൽ ഹോളിയാണ്. ഹോളി എന്ന് പറഞ്ഞാൽ വേർപെട്ടതെന്നാ. നിങ്ങളുടെ പാട്ട്, നിങ്ങളുടെ ആരാധന എങ്ങനെ വേർപെട്ട ആരാധനയാണെന്നേ? നിങ്ങൾ സിനിമാ പാട്ടിന്റെ ട്യൂണിലല്ലേ പാട്ട് പാടുന്നു? സിനിമാ പാട്ടിന്റെ ട്യൂണിലല്ലേ? മാമലകൾക്കപ്പുറത്ത് മരക്കുരിശേന്തി പോയ ഗോഗോൽഥ എന്നൊരു മലയുണ്ട്, യേശു കഷ്ടം സഹിച്ചൊരു മലയുണ്ട്. കർത്തൃമേശ നടത്തുന്ന പാട്ടാണ്. ഇവന്മാര് കർത്തൃമേശ നടത്തുന്നത്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുടുത്ത മലയാളം എന്നൊരു നാടുണ്ട്. അപ്പൊ ഈ സിനിമാ പാട്ടാണ് മോട്ടിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സിനിമാ പാട്ടുകൾ മോട്ടിച്ച് പാട്ടുണ്ടാക്കി കഴിയുമ്പം അതെങ്ങനെ വേർപെട്ട ആരാധനയാകും? അതെങ്ങനെ വിശുദ്ധ ആരാധനയാകും? അത് സാമാന്യമല്ല, റെഗുലർ ആയിട്ടുള്ള മോഷണമല്ല. അല്ലേ? നിങ്ങൾ നോക്ക്, സുറിയാനി സഭയുടെ ആരാധനാ ഗീതത്തെ നിങ്ങൾ നോക്കുക. അത് വേർപെട്ടതാണ്. അത് ഇവിടുത്തെ സിനിമ പാട്ടോ നാടക പാട്ടോ കവാലി മ്യൂസിക്കോ നാടൻ സംഗീതമോ നാടക ഗാനമോ ഇതൊന്നും മോട്ടിച്ചിട്ടില്ല, അതൊന്നും കോപ്പി അടിച്ചിട്ടല്ല. പക്ഷെ ഇപ്പൊ സുറിയാനിക്കാർക്കും ഈ പെന്തക്കോസുകാരുടെ ഈ കവാലി മ്യൂസിക്കൊക്കെ ആണ് താല്പര്യം. അതൊക്കെ ആയിട്ട് കൈകൊട്ടി പാടുന്നൊക്കെ ആയിട്ട് ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ട്. കാരണം വെച്ചാ കയ്യിൽ ഉള്ളതിനെ ലഭിച്ചിരിക്കുന്നതിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല, അതിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാകുന്നില്ല, അതിന്റെ മഹത്വത്തെ തിരിച്ചറിയുന്നില്ല. അതിന്റെ മഹത്വത്തെ തിരിച്ചറിയണം. നമുക്ക് സംഗീതം ആസ്വദിക്കുക എന്നുള്ള ഒരു പർപ്പസിൽ സിനിമാ പാട്ടുകൾ കേൾക്കുക, സിനിമ കാണുക. പക്ഷെ ആരാധന വിശുദ്ധമായിരിക്കണം. ആരാധന എന്തായിരിക്കണം? വിശുദ്ധമായിരിക്കണം. വിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധം എന്നതിന്റെ എതിർപദം എന്താണെന്നറിയാമോ? വിശുദ്ധത്തിന്റെ എതിർപദം സാമാന്യമായത്, കോമൺ ആയിട്ടുള്ളത്. ഇപ്പൊ കോമൺ ആൻഡ് ഹോളി, അതായത് സാധാരണ ഉള്ള മ്യൂസിക്കും സാധാരണയുള്ള കാര്യമല്ല. ഇത് ഹോളിയാണ്, സെറ്റപ്പ് ആർട്ട്, സ്പെഷ്യലാണ്. ഇത് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം. ഇപ്പൊ യെരുശലേം ദൈവാലയത്തിലെ പാത്രങ്ങളിലെല്ലാം അവർ വിശുദ്ധം എന്ന് എഴുതി വെക്കുമായിരുന്നു. വിശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പാത്രം ആ ദൈവാലയ കാര്യങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ, വേറെ കാര്യത്തിന് എടുത്തുകൊണ്ട് സാമാന്യ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കത്തില്ല, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. അപ്പൊ അതുപോലെ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമുള്ള ഈണങ്ങൾ, രാഗങ്ങൾ, താളങ്ങൾ, ഇപ്പൊ എക്കാറ സംഗീതമൊക്കെ ഉണ്ട് സുറിയാനി സഭയുടെ. അതൊക്കെ ആ ഒരു കാര്യത്തിന്, കർത്താവേ കൃപ ചെയ്യണമേ, പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ, ഇത് അതും സെറ്റപ്പ് ആർട്ട് ചെയ്തിരിക്കുകയാണ്, വേർതിരിച്ചത്. അപ്പൊ വിശുദ്ധ ആരാധന എവിടെയേ ഉള്ളൂ? പരിശുദ്ധ സഭയിൽ മാത്രമാണ് വിശുദ്ധ ആരാധന ഉള്ളത്. പെന്തക്കോസ്തുകാരുടേത് വിശുദ്ധ ആരാധന അല്ല, അത് പാരഡി ഷോയാണ്, അതൊരു കോമഡി ഷോയാണ്. അനീഷ് കോവാലനൊക്കെ ഇരുന്ന് കോമഡി പറയുന്ന കണ്ടിട്ടില്ല? ഒരു കോമഡി ഷോയും ഒരു പാരഡി ഷോയും ഒക്കെ, അതിനകത്ത് അത് ദൈവത്തിനുള്ള ആരാധനയൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞ ജോർജ് കോഷിച്ചായന് 100 ചുവപ്പൻ അഭിവാദ്യങ്ങളെ അർപ്പിക്കുന്നു. അതുകൊണ്ട് എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ദയവായി
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നെ ദയവായിട്ട് ആ ജോർജ് വിഷിച്ചാനെ അഭിവാദ്യങ്ങൾ അറിയിക്കുക. ES അകത്തും അല്ല പുറത്തും അല്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ ES എന്നാ നിങ്ങള് പറയുക ESI പുറത്തു വരിക എന്ന് ഒരു മെസ്സേജ് എല്ലാവരും അയക്കണം. ESI പുറത്തു വരിക. എന്തിനാണ് അദ്ദേഹം ഇതിനകത്ത് ചീഞ്ഞളിഞ്ഞ കല്ലറക്കകത്തിരിക്കുന്നത്? ബ്രദറൻകാരുടെ വേർപാട് പരാജയമാണ്. വേർപാട് സഭ എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു അമ്പയ പരാജയമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഈ പാവപ്പെട്ട ജോർജ് കോശിച്ചാൻ ഒരു ശുദ്ധനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഉൾപ്പുളകങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, പുറത്തു ചാടി. നമുക്ക് ഭയങ്കര സന്തോഷമായി. ഇതാണ് വാസ്തവം, ഇതാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഇനി മനുഷ്യനെ കളിപ്പിക്കാതെ തട്ടിക്കാതെ ഈ പരിപാടി അവസാനിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ഒരിക്കൽ കൂടെ ജോർജ് ഉഷിച്ചാന്റെ കാര്യം ഓർക്കുമ്പോഴേക്കും നമുക്കങ്ങ് സന്തോഷം വരികയാണ്. ഇതാണ് അച്ഛൻ്റെ പോസ്റ്റ്. നോക്ക്. ऐसे ही जग में आती है सुबह, ऐसे ही शाम ढले, नीले गगन के तले धरती का प्यार पले।